നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം ചിത്രരചനയിൽ ഫണ്ടമെന്റൽസ് ഓഫ് വിഷ്വൽ ആർട്ട് പറയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് പറയുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു എലമെന്റ് ഉണ്ട്, ലൈൻ. ഇതിനു മുമ്പുള്ള വീഡിയോസിൽ വേറെ ഒന്ന് രണ്ട് എലമെന്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സ്പേസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കളറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വാല്യൂവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു നാലാമത്തെ ഒരു എലമെന്റ്, എനിക്ക് തോന്നുന്നു നാലാമത്തെ എന്ന് പറയാൻ പറ്റില്ല, ഏറ്റവും ആദ്യത്തെ ഒരു എലമെന്റ് ആണ്, ബേസിക് ആയിട്ടുള്ള എലമെന്റ് ആണ് ലൈൻ എന്നുള്ളത്. പക്ഷെ ഞാനിപ്പോൾ നാലാമതായിട്ടാണ് അത് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ലൈൻ ഒരു വരയിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എലമെന്റ്സിലെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് ലൈൻ എന്ന്. നമ്മൾക്കറിയാലോ, ഈ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ഫണ്ടമെന്റൽസ് ഓഫ് വിഷ്വൽ ആർട്ടിലെ എലമെന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കെട്ടിടം പണിയണമെങ്കിൽ അതിന്റെ റോ മെറ്റീരിയൽസ് വേണമല്ലോ. അപ്പൊ അതിന്റെ ഒരു ഇഷ്ടികകൾ അടക്കി കെട്ടിടം ഉണ്ടാക്കുന്ന പറയണ പോലെ ഒരു ചിത്രരചനയിൽ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസിന്റെ കാര്യമാണ് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ചിത്രരചനയുടെ ഒരു യാത്രയിൽ ഈ ഫണ്ടമെന്റൽസ് ഓഫ് വിഷ്വൽ ആർട്ടിലെ എലമെന്റില്, വിവിധ എലമെന്റ്സില് ലൈൻ എന്നുള്ളൊരു എലമെന്റ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ലൈൻ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാനായിട്ട്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്, പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു പറയുന്നത്, നമ്മൾ അറിയാവുന്ന കാര്യങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രമപ്പെടുത്തി പറയുന്നത് മാത്രമേ ഉള്ളൂ. ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, പോൾ ക്ലീ. അദ്ദേഹം സ്വിസ് ഒറിജിൻ ആർട്ടിസ്റ്റ് ആണ്. അദ്ദേഹം പല മൂവ്മെന്റ്സ് ഇൻഫ്ലുവൻസ്ഡ് ആണ്. എക്സ്പ്രഷനിസം, ക്യൂബിസം, സറേലിസം, ഇതിലെല്ലാം അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പുള്ളിയുടെ ഒരു സ്റ്റൈൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് പോൾ ക്ലീ. പോൾ ക്ലീ ലൈനെ കുറിച്ച് പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്, അത് പ്രകാരമാണ് എ ലൈൻ ഈസ് എ ഡോട്ട് ഔട്ട് ഫോർ എ വോക്ക് എന്നാണ്. എന്ന് വെച്ചാൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റില്ല, ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് ഒരു മൂവ്മെന്റ് അതങ്ങനെ യാത്ര ചെയ്യുവാണ് മറ്റൊരു പോയിന്റിലേക്ക്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്കുള്ള ഒരു യാത്രയാണ് ഈ ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ വേണമെങ്കിൽ ഒരു കണ്ടിന്യൂസ് ഡോട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിന് ഇടയിലുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡോട്ട്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഈ രണ്ട് പോയിന്റിനെ കുറിച്ച് പറഞ്ഞില്ല, ഒരു പോയിന്റിൽ നിന്ന് മറ്റു പോയിന്റിലേക്കുള്ള ഒരു വഴി എന്നുള്ളത് ആ രീതിയിൽ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നേ ലൈൻ പലതരത്തിലുണ്ടെന്ന്. അത് ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, ഡയഗണൽ, തിക്ക്, തിൻ, അങ്ങനെ പല രീതിയില് ഈ ലൈൻ എന്നുള്ളൊരു സങ്കല്പമുണ്ട്. നമ്മൾ ഈ ലൈനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ പറഞ്ഞല്ലോ, ഈ വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ, ഡയഗണൽ, സിക്സാഗ്, അങ്ങനെ തുടങ്ങി പല ലൈൻസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴും വേറെ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇതാണ്. അതായത് നമ്മൾ ഇപ്പോ ടീച്ചേഴ്സ് കുട്ടികളോട് പറയും, നിങ്ങൾ രണ്ടുപേരും കവിത എഴുത് എന്ന് പറയും. അതിനകത്ത് തന്നെ ഒരു ലൈൻ, 2 ലൈൻസ്, നിങ്ങൾ രണ്ടുപേരും കവിത എഴുതുക. അപ്പൊ നമ്മുടെ ഇമാജിനേഷനിൽ തന്നെ ഒരു ലൈനിന്റെ ഒരു കൺസെപ്റ്റ് കിടപ്പുണ്ട്. പിന്നെ നമ്മൾ പറയണ വേറൊരു ഡയലോഗ് ഉണ്ടല്ലോ, അതിന്റെ തലവര എന്നൊക്കെ പറയണേ, വിധി എന്നൊക്കെ പറയും, നമ്മള് ഫേറ്റിനെ കുറിച്ചൊക്കെ പറയും. അപ്പം നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് തന്നെ ഈ ലൈനെ കുറിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലൈൻസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യമായിട്ട് പറയാൻ പറ്റുന്നുണ്ട് കോണ്ടൂർ ലൈൻസ്. കോണ്ടൂർ ലൈൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് ഒരു ഒബ്ജക്റ്റ് എടുക്കാന്ന് വെച്ചാൽ ഒബ്ജക്റ്റിന്റെ ഒരു ഔട്ടർ ലൈൻ എന്ന് പറഞ്ഞാൽ ആ ഒബ്ജക്റ്റിന്റെ എഡ്ജസ് നമുക്ക് കാണിച്ചു തരുന്ന ലൈനാണ് ഈ കോണ്ടൂർ ലൈൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ ഒബ്ജക്ട്സിന്റെ ഇൻസൈഡും ആകാം അല്ലെങ്കിൽ ഔട്ട് സൈഡും ആകാം. അപ്പൊ എഡ്ജസ്, ഒരു ഒബ്ജക്റ്റിന്റെ എഡ്ജസ് നമുക്ക് കുറച്ചുകൂടി എക്സ്പ്ലിസിറ്റ് ആക്കി തരുന്ന ലൈൻസ് ആണ് ഈ കോണ്ടൂർ ലൈൻസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിവൈഡിങ് ലൈൻസ്, അത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കോണ്ടൂർ ലൈൻസ് പോലെ തന്നെയാണ് ഡിവൈഡിങ് ലൈൻസ് വെക്കുന്നത്. പക്ഷേ ഈ സ്പേസിന് ഡിവൈഡ് ചെയ്ത് വിടുന്ന ഒരു ലൈൻ അത് ആണ് എന്നുള്ളത് കൊണ്ട് അതിന് ഡിവൈഡിങ് ലൈൻസ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് ലൈനാണ് ഡെക്കറേഷൻ ലൈൻ. അത് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ബ്യൂട്ടിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ലൈൻസ്. നമുക്കറിയാലോ, ഒരു ഒബ്ജക്റ്റ് ഷെയ്ഡ് ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ നമ്മൾ ലൈൻസ് യൂസ് ചെയ്യാറുണ്ട്. ക്രോസ് ഹാച്ചിങ് ലൈൻസ് യൂസ് ചെയ്യാറുണ്ട്. ക്രോസ് ഹാച്ചിങ് ലൈൻസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം, സിമ്പിൾ ആണ്. അതായത് ഇപ്പോൾ ഒരു ഹാച്ചിങ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ആയിട്ടുള്ള പാരലൽ ലൈൻസ്, ക്ലോസ് പാരലൽ ലൈൻസ്, അത് വെച്ചിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ, അപ്പൊ ഒരു ഒബ്ജക്റ്റ് ഷെയ്ഡ് ചെയ്യാനായിട്ട്, അത് ബ്യൂട്ടിഫൈ ചെയ്യാനായിട്ട്, കുറേ കൂടെയൊക്കെ ഭംഗിയുള്ളതാക്കി മാറ്റാനായിട്ട് ഉപയോഗിക്കുന്ന ലൈൻസ്, അതാണ് ഡെക്കറേഷൻ ലൈൻസ് എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റ്
ഷെയ്ഡ് ചെയ്യാനായിട്ട്. അപ്പൊ പാരലൽ ലൈൻസ് യൂസ് ചെയ്യാറുണ്ട്, ക്രോസ് ഹാച്ചിങ് ലൈൻസും യൂസ് ചെയ്യാറുണ്ട്. അടുത്തത് ജസ്റ്റർ ലൈൻസ് ആണ്. ഈ ജസ്റ്റർ ലൈൻസ് എന്ന് പറഞ്ഞൊരു ഫാസ്റ്റ് ഡ്രോയിങ്ങിന്റെ ലൈൻസിനെ കുറിച്ചാണ് പറയുന്നത്. എസ്പെഷ്യലി നമ്മളിപ്പോൾ ഒരു ഹ്യൂമൻ ഫിഗർ സ്റ്റഡി ചെയ്യുമ്പോൾ ഒരു സ്പോണ്ടേനിയസ് ഓവർഫ്ലോ നമ്മുടെ ലൈൻസിൽ ഉണ്ടാവും. അതാണ് നമ്മൾ ആ ഹ്യൂമൻ ഫിഗർ കാണിച്ചു തരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വാമിംഗ് അപ്പിന്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ വരയ്ക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഒന്ന് കൈക്ക് വഴക്കം വരാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഫ്രീ ഹാൻഡ് ഡ്രോയിങ്ങിന്റെ രീതി കുറച്ചും കൂടെയൊക്കെ കയ്യിലേക്ക് കൊണ്ടുവരാനായിട്ടൊക്കെ ഈ ജസ്റ്റർ ലൈൻസ് യൂസ് ചെയ്യുന്നു. അപ്പൊ അത് കൂടുതൽ ഈ ഫോംസും അതുപോലെ തന്നെ മൂവ്മെന്റ്സും അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ അതിനകത്തേക്ക് കടന്നു വരുന്നുണ്ട്. കൂടുതലും നമുക്ക് ഈ ഹ്യൂമൻ ഫിഗേഴ്സിന്റെ ഡ്രോയിങ്ങിൽ ഈ ജസ്റ്റർ ലൈൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു ക്വിക്ക് ആൻഡ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്പോണ്ടേനിയസ് ലൈൻസ് ആണ് ഈ ജസ്റ്റർ ലൈൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൈൻസിൻ്റെ അതിൻ്റെ അർത്ഥതലങ്ങൾ കുറച്ച് ചിന്തിച്ചാൽ കുറച്ചുകൂടെ ആലങ്കാരികമായിട്ട് ഇതിന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അത് നമ്മളിങ്ങനെ ആലോചിച്ച് ആട്രിബ്യൂട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. എന്നാലും ഈ ഓരോ കളറും ഓരോ ലൈനും അതിൻ്റെതായ ഒരു വിഷ്വലായിട്ടുള്ള ഇമ്പാക്ട്സ് ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു ഭാഷ, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു വിഷ്വൽ ലാംഗ്വേജ് ഉണ്ടല്ലോ. അത് ഇപ്പോൾ ഈ ലൈൻസ് എന്താണ് മീൻ ചെയ്യണേ, നമ്മൾ എന്താ സിംപ്ലിഫൈ ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് തിക്ക് ലൈൻസ്, തിൻ ലൈൻസ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് വാക്കിൽ തന്നെ മനസ്സിലായി തിൻ ലൈൻസ് ആണ്. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രജൈൽ ആയിട്ടുള്ള ലൈൻസ് ആണിത്, ഈസിലി ബ്രേക്കബിൾ ആണ്. അപ്പോൾ അത് അതിൻ്റെതായ ഒരു ജെൻറ്റിൽ ഒരു അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. തിക്കാകുമ്പോഴത്തേക്കും ആ തിക്ക് ലൈൻസ് തന്നെ ഒരു ബോൾഡ് ക്യാരക്ടർ ഉണ്ട്. ഇപ്പോൾ തിക്ക് ലൈൻസിലുള്ള ഡ്രോയിങ് കാണുകയാണെങ്കിൽ അതിൻ്റെ ആ വരയുടെ കോൺഫിഡൻസ് നമുക്ക് കാണിച്ചിരുന്നുണ്ട്. അത് സ്ട്രോങ് ആണ്, അതിൻ്റെ സ്ട്രെങ്ത് കാണിച്ചു തരുന്നുണ്ട്. അത് നമുക്ക് ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് കാണിച്ചു തരുന്നുണ്ട്. തിക്ക് ലൈൻസ് അത് കൂടെയുള്ള ഓബ്ജക്ട്സിന് കുറച്ചുകൂടി എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തിക്ക് ലൈൻസ് യൂസ് ചെയ്യുന്നു. പിന്നെ നമുക്ക് കാണാൻ പറ്റും ഹൊറിസോണ്ടൽ ലൈൻസ്. അത് നമുക്കറിയാം ഒരു ലൈയിങ് ലൈൻസ് ആണ്, ഒരു റെസ്റ്റിംഗ് മൂഡാണ്, ഒരു റിലാക്സിങ് മൂഡാണ്. അത് ഡൗൺ ടു ദ എർത്ത് നമുക്ക് അങ്ങനെ ഒരു കാണാം, ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ലൈനായിട്ട് നമുക്കതിനെ മനസ്സിൽ റിലാക്സ്ഡ് കംഫോർട്ട് ലൈനായിട്ട് നമുക്കതിനെ കാണാവുന്നതാണ്. പിന്നെ വെർട്ടിക്കൽ ലൈൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ അത് സ്ട്രെയിറ്റ് മുകളിലേക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ലൈൻസ്. അതപ്പോൾ ഒരു എർത്ത് ഹെവൻ റിലേഷൻഷിപ്പ്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്പിരിച്വൽ എലമെന്റ് അതിനകത്ത് കാണും, ഒരു ഡിവൈൻ എലമെന്റ്. നമ്മുടെ ഈ ഗോത്തിക് സ്റ്റൈലൊക്കെ നമുക്കറിയാലോ ആർക്കിടെക്ചറിൽ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ സ്തൂപം പോലെ കണക്കി നിൽക്കുമ്പോഴത്തേക്ക് അത് മുകളിലേക്ക് റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചില തോട്ടുകളൊക്കെ ഈ വെർട്ടിക്കൽ ലൈൻസ് തരുന്നുണ്ട്. കൂടാതെ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, അതിങ്ങനെ മുകളിലേക്ക് പോകുന്നു എന്നുള്ളൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. കുറച്ചും കൂടെ ഒരു റിജിഡ് ആണെന്ന് നമുക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് ഡയഗണൽ ലൈൻസ് ഉണ്ട്, അത് ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ലൈൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനകത്തൊരു സ്റ്റെബിലിറ്റി ഇല്ല, ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ലൈൻസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അത് കുറച്ചും കൂടെ ഒക്കെ മോർ ഡ്രമാറ്റിക് ആണെന്ന് വേണമെങ്കിൽ പറയാം, കുറച്ച് എക്സൈറ്റ്മെന്റ് തരുന്നുണ്ടെന്ന് പറയാം. അല്ലെങ്കിൽ അതിന്റെ കൈനറ്റിക് എനർജി ഉണ്ടല്ലോ, അത് ഒരു മൂവ്മെന്റ് കാണിക്കുന്നുണ്ടെന്ന് പറയാം. ക്രിയേറ്റ് എ കൈൻഡ് ഓഫ് ടെൻഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഡയഗണൽ ലൈൻസിനെ കുറിച്ച്. കർവ്ഡ് ലൈൻസ് അത് സ്ട്രേറ്റ് ലൈനേക്കാളും കുറച്ചും കൂടെ സോഫ്റ്റ് ആണ്. അത് ഇങ്ങനെ ബെൻഡ് ചെയ്തെടുക്കും, ഒരു ഫ്ലൂയിഡ് മൂവ്മെന്റ് അതിനകത്തുണ്ട്. ഒരു കാം ആൻഡ് ഒരു ഡൈനാമിക് മൂവ്മെന്റ്, ഹൗ മച്ച് ദേ ബെൻഡ് എന്നുള്ളൊരു എന്തോരം ഇത് ബെൻഡ് ആകുന്നുണ്ട്, ബെൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതിനനുസരിച്ച് അങ്ങനെ ഒരു ഇതൊക്കെ നമ്മളിങ്ങനെ ആട്രിബ്യൂട്ട് ചെയ്യണതാണ് എന്നുള്ള കാര്യം കൂടെ ഒന്ന് ബ്രാക്കറ്റിൽ ചിന്തിക്കണം. സിക്സാഗ് ലൈൻസ് അത് കുറച്ചും കൂടെ ഡൈനാമിക് ആണ്. ഡയഗണൽ ലൈൻസിൽ നിന്ന് കുറച്ചും കൂടെ ഒരു ഷാർപ്പ് എഡ്ജഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് തരുന്ന ലൈൻസ് ആണ്. അതിനൊരു കൃത്യതയില്ലാത്തതുകൊണ്ട് തന്നെ ഒരു അൺബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു സ്റ്റെബിലിറ്റി ക്യാരക്ടറിലെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാതിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മേക്ക് കൈൻഡ് ഓഫ് കൺഫ്യൂഷൻ ആൻഡ് എക്സൈറ്റ്മെന്റ്.
ഡാഷ്ഡ് ഓർ ഡോട്ടഡ് ലൈൻസ് അത് ഒരു ഇംപ്ലൈഡ് ലൈൻസ് ആണ്. എന്ന് വെച്ചാൽ ഒരു സജഷൻ തരുവാണ്. ഒരു ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റ് ഇന്ന രീതിയിലാണ് അതിൻ്റെ ആകൃതി എന്നുള്ളൊരു സജഷൻ നമുക്ക് തരുന്ന ഒരു ഇതാണ്. ഡോട്ടഡ് ലൈൻസ് അത് ഇൻകംപ്ലീറ്റ് ആണല്ലോ, അത് അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ അതിനകത്തേക്ക് ഇത് ആഡ് ചെയ്യാനായിട്ട് ഇത് അലവ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളൊരു ഈ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാന്ന് പറഞ്ഞാൽ ഡോട്ട് ഇങ്ങനെ ഇടുമല്ലോ. സംതിങ് ടു ബി ആഡഡ്, അതിനകത്ത് കുറച്ച് എന്തോ ചേർക്കാം. ദെയർ ഇൻകംപ്ലീറ്റ് ആൻഡ് അലൗസ് ഒബ്ജക്ട്സ് ടു പാസ് ത്രൂ ദം. അപ്പോൾ അതിലൂടെ നമുക്ക് വരയ്ക്കാം. അല്ലെങ്കിൽ ഡോട്ടഡ് ലൈൻസ് അത് നമുക്കൊരു സജഷൻ തരുന്നുണ്ട്, അത് ഇന്ന രീതിയിൽ ഒക്കെ ആക്കാം. ഒരു ഇംപ്ലൈഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഒബ്ജക്റ്റ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ ഒരു ഇംപ്രഷൻ അല്ലെങ്കിൽ അതിൻ്റെ അതിന് ആ ഇന്ന ഒബ്ജക്റ്റ് ആണെന്ന് ഫീൽ ചെയ്യിപ്പിക്കാവുന്ന രീതിയിലുള്ള ഒരു സജഷൻ തരുന്ന ഒരു ഏരിയ, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് അവസാനമായിട്ട് കാണാവുന്ന ലൈൻ പാറ്റേൺസ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ വെർട്ടിക്കൽ ലൈൻസ് ആണെങ്കിലും കൊള്ളാം, ഹൊറിസോണ്ടൽ ലൈൻസ് ആണെങ്കിലും കൊള്ളാം, മറ്റേ ഡയഗണൽ, സിക്സാഗ്, കർവ്ഡ്, അങ്ങനെയുള്ള ലൈൻസിന് എല്ലാത്തിനും ഈ ഇൻഡിവിജ്വൽ ലൈൻസിൻ്റെ മീനിങ് ഉണ്ട്. പക്ഷേ ഈ ലൈൻസ് ഗ്രൂപ്പായിട്ട് വരുമ്പോൾ അതൊരു പാറ്റേണിലേക്ക് മാറുകയാണ്. അപ്പോൾ ഒരു ഹൊറിസോണ്ടൽ ലൈൻ അതിങ്ങനെ കണ്ടിന്യൂസ്ലി അത് റിപ്പീറ്റ് ചെയ്താൽ അതൊരു പാറ്റേണിലേക്ക് മാറുമല്ലോ. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ സ്വഭാവം ഉണ്ടാവും, കൂടാതെ തന്നെ ഗ്രൂപ്പായിട്ട് ലൈൻസ് വരുമ്പോൾ ഉണ്ടാകുന്ന പാറ്റേൺ, ഉണ്ടാകുന്ന സ്വഭാവ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അത് ഏത് കാറ്റഗറിയിൽപ്പെട്ട ലൈൻസ് ആണെങ്കിലും അത് ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാക്കുന്ന പാറ്റേൺസ് ഒരു മീനിങ് തരുന്നുണ്ട്. അപ്പോൾ ലൈൻസ് അതൊരു പാറ്റേണിലേക്ക് മാറുന്നുണ്ട് എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ പറയാറുള്ള പോലെ ഫണ്ടമെന്റൽസ് ഓഫ് വിഷ്വൽ ആർട്ടിൽ 2 സംഭവങ്ങളാണ്. ഒന്ന് എലമെന്റ്സ്, ഒന്ന് പ്രിൻസിപ്പിൾസ്. അതിനകത്ത് എലമെന്റ്സിൽ നമ്മൾ പറഞ്ഞത് ലൈൻ എന്നുള്ളൊരു ബേസിക് ആയിട്ടുള്ള എലമെന്റിനെ കുറിച്ചാണ്. ലൈൻ വെച്ചിട്ടാണ് ബാക്കിയെല്ലാം നമ്മൾ ചെയ്തു തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് സ്വഭാവ സവിശേഷതകളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റുന്ന രീതിയിലാണ് വളരെ സിമ്പിളായിട്ടത് സംസാരിച്ച് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്നാണ് വിചാരിക്കുക. നമുക്കിനി മറ്റൊരു എലമെൻറ്റുമായിട്ട് നമുക്ക് പിന്നെയും കാണാം. ഒത്തിരി സന്തോഷം.